ഹായ് ഗൈസ്, പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തലേ ദിവസം ബൈജു തോട്ടക്കാരൻ വന്ന് വേദയെ കണ്ടതും വീഡിയോ കാണിച്ചതുമെല്ലാം വിക്രം അറിഞ്ഞ് അയാളെ നല്ല പോലെ താക്കീത് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വിക്രം വേദയോട് പറയുന്നത് അവൻ ഇന്നലെ ശരിക്കും പേടിച്ചിട്ടുണ്ട്, ഇനി അവനെ കൊണ്ട് ശല്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് വിക്രം പറയുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തറിയുന്നതോടെ അയാൾ അത് ഇഷ്യൂ ആക്കി മാറ്റുമെന്ന കാര്യം ഉറപ്പാണ് വിക്രം എന്ന് വേദയും പറയുന്നു. പിന്നീട് മൈക്കിൾ അച്ഛനോട് വിക്രം പറയുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, താൻ കാര്യം പറയടോ എന്ന് പറയുന്ന അച്ഛനോട് വിക്രം അത് പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതിൽ അച്ഛന് സംശയം തോന്നുന്നു. അത് തേയിലത്തോട്ടത്തിലെ കാര്യ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തോ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം തോട്ടത്തിൽ എല്ലാവരും പണിയെടുക്കുന്നു. വേദ മീരയോട് പറയുന്നത്, ഇതൊന്നുമല്ല ശരി, എന്നാൽ ശരിക്കുമുള്ള മറ്റൊരു കഥ എനിക്കും പറയാനുണ്ട്. ഈ തോട്ടത്തിലെ തൊഴിലാളികളെ മുഴുവൻ ബാധിക്കുന്ന കഥയാ എന്ന് പറഞ്ഞ് വേദ രഹസ്യമായി ചില കാര്യങ്ങൾ മീരയെ ധരിപ്പിക്കുന്നുണ്ട്. മീര അത് കേട്ട് സംശയത്തോടെ എല്ലാവരെയും നോക്കുന്നുണ്ട്. പിന്നീട് അനിയൻകുട്ടന്റെ ഓർമ്മ നേരെയാക്കാൻ മൈക്കിൾ അച്ഛൻ കൊന്ത നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അനിയന് യാതൊരു ഭാവമാറ്റവും ഇല്ല. ഇത് കണ്ട് വിക്രം പറയുന്നത്, അനിയൻകുട്ടൻ പറയാൻ പോകുന്നതെന്തോ അതിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന്. എന്തോ ഒരു വലിയ രഹസ്യം അനിയൻകുട്ടന് പറയാനുണ്ട് എന്ന് അച്ഛനും വിശ്വസിക്കുന്നു. വേഗം സുഖമായിട്ട് വേണം അതൊക്കെ പുറത്തെടുക്കാൻ. ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയി കാണിച്ചത്. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.